യെസ്. അടുത്തത് ഒരു പ്രോബ്ലം ആയാലോ? നമ്മൾ കുറെ തിയറിറ്റിക്കലി പറഞ്ഞു അല്ലെ. നമ്മുടെ നമ്പർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോമിൽ എങ്ങനെയാ ഇറേസിംഗ് ചോദിക്കുന്നത്? പ്രോമിൽ ഇറേസിംഗ് പോസിബിൾ അല്ല കേട്ടോ. അത് ജസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്ന റീഡ് ഓൺലി മെമ്മറിയാണ്. ഇ പ്രോമിലും ഡബ്ല്യു പ്രോമിലും ആണ് ഇറേസ് ചെയ്യുന്നത്. ഇ പ്രോമിൽ യു വി ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇറേസ് ചെയ്യും. ഡബ്ല്യു പ്രോമിൽ ഇലക്ട്രിക്കലി ഇറേസ് ചെയ്യും. ഓക്കെ. ക്ലാസ് എപ്പോഴാ കഴിയാൻ ചോദിച്ചാൽ ക്ലാസ് എപ്പോ തീർക്കണം? നിങ്ങൾക്ക് മതിയാവുമ്പോ തീർക്കാം. ഓക്കെ. നമ്പർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ നമ്മുടെ ഡിസംബറിൽ എക്സാം പാറ്റേൺ നോക്കുന്ന സമയത്ത് യെസ് 10:30 to 11 ഇടയിലായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ. യെസ്. നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ കഴിഞ്ഞ ഡിസംബർ 2024 കംപ്ലീറ്റ് നമുക്കൊരു 16 ഷിഫ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. പേപ്പർ 1 നോക്കുകയാണെങ്കിൽ ഒരു 16 ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്പർ സിസ്റ്റം ബേസിസിൽ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് ഈ ഒരു പാറ്റേണിലാട്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഷിഫ്റ്റിലും ഈ സെയിം പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നാളെ JRF ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് കുറച്ച് നേരത്തെ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു പാറ്റേണിലാണ് നമ്പർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇതില് ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഇഫ് L of M represents a number L in base M number system, then identify the correct ascending order of the following numbers A to D when converted to decimal number system. അതായത് 4 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഓരോന്ന് നോക്കുക കേട്ടോ. ഓപ്ഷൻ എയില് ബൈനറി നമ്പർ സിസ്റ്റം ആണ് വരുന്നത്. കാരണം ഇവിടെ എന്താ ബേസ് 2 ആണ് അല്ലെ. ബേസ് 2 എന്ന് പറയുമ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ഇവിടെ ബേസ് 4 ആണ് വരുന്നത്. അത് ഏതിലാണ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ ബേസ് 4. നമ്മൾ 2ഉം 8ഉം 16ഉം വേറെ പഠിച്ചിട്ടുണ്ടോ? ബൈനറി പഠിച്ചു, യെസ്. ഡെസിമൽ പഠിച്ചു. ബൈനറി പഠിച്ചു, ഡെസിമൽ പഠിച്ചു, ഹെക്സാഡെസിമൽ പഠിച്ചു, ഒക്ടൽ പഠിച്ചു അല്ലെ. ബേസ് 4 എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ബേസ് 4ന്റെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഇനി ഒക്ടലിന്റെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഹെക്സാഡെസിമലിൽ വരുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്. ക്വസ്റ്റനിൽ പറയുന്നത് ഈ 4 നമ്പേഴ്സും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിന്റെ അസെൻഡിങ് ഓർഡർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോ നമ്പർ സിസ്റ്റം ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. പോയിന്റ് വരുമ്പോ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. നമുക്ക് ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, സോ ഓരോ നമ്പർ സിസ്റ്റം എടുക്കുക, ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫൈനൽ ആൻസർ പറയണ്ട, എന്ത് ചെയ്യുക? ഓപ്ഷൻ എ 11001.11 to the base 2 ബൈനറി നമ്പർ ആദ്യം ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോ എന്ത് വാല്യൂ ആണ് കിട്ടുന്നത് എന്നുള്ളത് ആദ്യം പറയാം. എല്ലാരും ചെയ്തു നോക്കണേ. നമ്മൾ ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ബേസ് 4 വരുന്ന നമ്പർ സിസ്റ്റം ഏതാണെന്നുള്ളത് നമുക്ക് പഠിക്കാനില്ല. അതായത് അതിന്റെ ഒരു പേരില്ല. ബേസ് 4 നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കണോ? യെസ്, 4 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് 1 ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓപ്ഷൻ എയില് 110001.11 to the base 2 ഇതിനെ നമ്മൾ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലെ. ഇതിനെ നമ്മൾ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ചെയ്തു നോക്കാം എങ്ങനെയായിരുന്നു. ഏതൊരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നിട്ടുള്ള നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് നമ്പർ വെച്ചിട്ടുള്ള പവർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്യുന്നത് അല്ലെ. യെസ്, ഓക്കെ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇത് ബാക്ക് അടിക്കണമെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഈ പെൻ ടാബ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ പ്രോബ്ലം ആണ്. ഇതിൽ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷൻസിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് 1 ആണ് ഇത്. അതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യണം? ഓരോ നമ്പേഴ്സും സെപ്പറേറ്റ് ആയിട്ട് എടുത്തെഴുതണം അല്ലെ. ഇങ്ങനെയാണ് നമ്മുടെ നമ്പേഴ്സ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പോയിന്റിന് മുന്നേ നമ്മൾ എന്താ പറയാറുള്ളത്? ഇതാണ് നമ്മുടെ ഡെസിമൽ പാർട്ട്. പോയിന്റിന് ശേഷം വരുന്നതാണ് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട്.
അല്ലെ? ഡെസിമൽ പാർട്ട്. ഇതാണ് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട്. സാഹില 25.75 ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, സോ ഡെസിമൽ പാർട്ടിനെയാണ് നമ്മൾ ആദ്യം ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ടു ലെഫ്റ്റ് രണ്ടിന്റെ പവർ കൊടുക്കും. 2 പവർ 0 മെത്തേഡ് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? 2 പവർ 1, 2 പവർ 2, 2 പവർ 3, 2 പവർ 4. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ രണ്ടിന്റെ പവർ കൊടുക്കാനുള്ള കാരണം ഇവിടെ ബേസ് നമ്പർ 2 ആണ് എന്നുള്ളതാണ് കേട്ടോ. 2 പവർ 0 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. 2 പവർ 0 1 ആണ്. അത് ഇൻറ്റു മേലുള്ള 1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1. മേലെ 0 ആവുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? താഴെ 0 എഴുതാം. കാരണം ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ് കിട്ടുക. ഇനി 2 പവർ 3 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8 ആണ്. 8 ഇൻറ്റു മേലെ 1, അതുകൊണ്ട് 8 വരും. 2 പവർ 4 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16 ആണ് വരുന്നത്. മേലെ 1 ആണ്, അതുകൊണ്ട് ഇവിടെയും 16 വരും. ഇനി അടുത്ത സ്റ്റെപ്പ് 16 പ്ലസ് 8 പ്ലസ് 0 പ്ലസ് 1 ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 25 ആണല്ലേ വരുന്നത്? 25 ആണ് വരുന്നത്. ഇനി 0.11 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ട്. പോയിന്റ് കഴിഞ്ഞ് വരുന്ന സംഖ്യകൾക്ക് നമ്മൾ എങ്ങനെ പവർ കൊടുക്കുക? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. അതും 2 പവർ -1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്തത് 2 പവർ -2 അല്ലെ? ഈ 2 പവർ -1 എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 പവർ 2 ആണ്. ഇങ്ങനെയാണല്ലോ. ഇതിനെയാണ് നമ്മൾ 2 പവർ -1, 2 പവർ -2 എന്നുള്ളത് എടുത്തെഴുതുന്നത്. 1/2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0.5 ആണ്. പ്ലസ് ഇത് ആരായി മാറി? ഇത് 1/4 ആണ്. 2 പവർ 2 എന്ന് പറയുമ്പോൾ 4 ആണ് അല്ലെ? 1/4 ആണ് വരുന്നത്. അതായത് ഇത്. യെസ്. അപ്പൊ 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. ഇത് രണ്ട് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.75 കിട്ടും. യെസ്. അപ്പോ ഈ ഒരു ഫ്രാക്ഷണൽ പാർട്ട് 0.25ഉം ഡെസിമൽ പാർട്ട് 25ഉം വന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 25.75 ടു ദ ബേസ് 10. എല്ലാവർക്കും കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ, 25.75 ആണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് ടൈം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും സ്പീഡ് ആവും കേട്ടോ. ഫ്രാക്ഷണൽ പാർട്ട് ഒന്നുകൂടെ പറയാം. ഫ്രാക്ഷണലിൽ നമുക്ക് 0.11 ആണ് വരുന്നത്. അപ്പൊ ഫ്രാക്ഷണൽ പാർട്ടിൽ പവർ കൊടുക്കുന്ന സമയത്ത് 2 പവർ -1 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. രണ്ട് നമ്പർ ഇവിടെ ഉള്ളതുകൊണ്ട് 2 പവർ -1ഉം 2 പവർ -2ഉം വന്നു. ഈ 2 പവർ -1 എന്ന് പറയുന്നത് 1/2 ആണ്. 2 പവർ -2 എന്ന് പറയുന്നത് 1/2 പവർ 2 ആണ്. ഓക്കെ, അപ്പൊ 1/2 0.5 അല്ലേ? അറിയൂലേ? അതേപോലെ 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്തു 0.75 കിട്ടി. ഓക്കെ, സോ ഒന്നിന്റെ ആൻസർ നമുക്ക് കിട്ടി 25.75 ആണ്. ഇനി ഓപ്ഷൻ ബി ഏതായിരുന്നു വാല്യൂ? 123.2 ടു ദ ബേസ് 4 ആയിരുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ അടുത്തത് 10ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. 123.2 ടു ദ ബേസ് 4. എല്ലാവരും ചെയ്തു നോക്കാം. ഇവിടെ ബേസ് 4 ആണ് വരുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻസിൽ ചേഞ്ച് ഒന്നുമില്ല. ഫ്രാക്ഷൻ എടുത്ത് സാധാരണ പോയിന്റ് വരുമ്പോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറല്ലേ? ഓക്കെ, അത് നമ്മള് പോയിന്റിന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഡെസിമൽ ടു വേറെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കൺവേർഷൻ മാറിപ്പോയിട്ടുണ്ട്. നമുക്ക് 2 ടൈപ്പ് ഓഫ് കൺവേർഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് പവർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി ഡെസിമൽ തന്നിട്ട് അതിന് വേറെ ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുന്ന സമയത്താണ് ഇയാൾ പറഞ്ഞ പോലെ നമ്മൾ ഡെസിമൽ പാർട്ടിന് ഡിവിഷനും ഫ്രാക്ഷണൽ പാർട്ടിന് മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും സെയിം പാറ്റേൺ ആണ് വരുന്നത്. ബേസ് നമ്പർ 4 ആയതുകൊണ്ട് 4 പവർ 0, 4 പവർ 1, 4 പവർ 2. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ? 4 പവർ 0 1 ആണ്. 1 ഇൻറ്റു 3 3 വരും. 4 പവർ 1 4 ആണ്. 4 ഇൻറ്റു 2 8 വരും. 4 പവർ 2 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4 ആണ് വരുന്നത് അല്ലെ? 16 വരും. 16 പ്ലസ് 8 പ്ലസ് 3 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 27. 108 എങ്ങനെ കിട്ടിയോ? ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ, എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടാവും.
ഇനി 0.2 ആണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 4 പവർ മൈനസ് 1 ആണ് വരിക. 4 പവർ മൈനസ് 1 എന്ന് പറയുമ്പോൾ 1/4 വരും അല്ലെ. 1/4 എന്ന് വെച്ചാൽ നമുക്കറിയാം 0.25 ആണ്. മേലെ 2 ആണ്. 2 വരുന്നോണ്ട് 0.25 ഇൻറ്റു 2 ചെയ്യണം. അപ്പൊ എന്ത് വരും? 0.5 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 27ഉം 0.5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 27.5 ടു ദ ബേസ് 10. എല്ലാവർക്കും കിട്ടിയോ? നമ്മള് ഫസ്റ്റ് 1 ബൈനറി എന്നാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ 2ന്റെ പവർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം മെത്തേഡ് ആണ്, ഒരു ഡിഫറൻസും ഇല്ല. ഇവിടെ ബേസ് നമ്പർ 4 ആയതുകൊണ്ട് 4ന്റെ പവർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. ഈ പോയിന്റിന് ശേഷം വരുന്ന സംഖ്യകൾക്ക് നമ്മൾ പവർ കൊടുക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് പവർ 4 പവർ മൈനസ് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സംഖ്യ 4 പവർ മൈനസ് 2, 4 പവർ മൈനസ് 3, മൈനസ് 4 അങ്ങനെ അങ്ങനെ പോകും. അതെ അതെ, മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ, അതായത് താഴെ നമുക്ക് പവർ വാല്യൂസ് ആണല്ലോ വരുന്നത്. മേലുള്ള സംഖ്യകളില്ലേ, അതുമായിട്ട് ഈ പവറിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ മേലുള്ള സംഖ്യകളുമായിട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഇപ്പൊ 4 പവർ 0 എന്ന് പറയുന്നത് 1 ആണ്. ആ 1 ഇൻറ്റു മേലുള്ള 3. 4 പവർ 1 എന്ന് പറയുന്നത് 4 ആണ്. അത് ഇൻറ്റു മേലുള്ള 2. അപ്പൊ നമുക്ക് 8 കിട്ടി. 4 പവർ 2 എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 16 ആണ്. അത് ഇൻറ്റു മേലുള്ള 1. 16 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 16. എല്ലാ സ്ഥലത്തും നമ്മൾ മൾട്ടിപ്ലിക്കേഷനാ ചെയ്യുന്നത്, ഫ്രാക്ഷനിൽ മാത്രമല്ല. താഴെയുള്ള സംഖ്യ മേലുള്ള സംഖ്യയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? 1 ഇൻറ്റു 4 പവർ 2, 2 ഇൻറ്റു 4 പവർ 1, 3 ഇൻറ്റു 4 പവർ 0. അതേപോലെ തന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഇൻറ്റു 4 പവർ മൈനസ് 1. ആഫ്റ്റർ പോയിന്റ് ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോ എന്താ ചെയ്തത്? നമുക്ക് 0.2 ആണ് വന്നത് അല്ലെ. 0.2. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സംഖ്യകൾക്ക് നമ്മൾ പവർ കൊടുക്കുന്ന സമയത്ത് 4 പവർ മൈനസ് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ ഈ 4 പവർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, 1/4നെ മേലോട്ട്, ഈ താഴെയുള്ള 4നെ മേലോട്ട് കൊണ്ടുവരുമ്പോഴാണ് അത് 4 പവർ മൈനസ് 1 ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 4 പവർ മൈനസ് 1 ഇൻറ്റു മേലുള്ള 2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 4 പവർ മൈനസ് 1 1/4 ആക്കിയത് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. 1/4 എന്ന് പറയുന്നത് 0.25 അല്ലേ, 0.25 അല്ലേ, അത് ഇൻറ്റു മേലുള്ള 2. അങ്ങനെ നമുക്ക് 0.5 കിട്ടി. ഓക്കെ, ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. 4 റേസ് ടു മൈനസ് 1, 4 റേസ് ടു മൈനസ് 1 1/4 ആകുവാണെങ്കിൽ 1/4 ഇൻറ്റു 2 ചെയ്താൽ ഇനി 1/4 അങ്ങനെ ചെയ്താലോ? അതായത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ആ പോയിന്റിൽ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുന്നു, മനസ്സിലാവാത്തവർക്കാണ് കേട്ടോ. നമുക്കിവിടെ 0.2 വന്നല്ലോ. നമ്മൾ എന്ത് ചെയ്തു? 4 പവർ മൈനസ് 1 കൊടുത്തു. അതായത് ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതി, 1/4 കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ 1/4 നമ്മൾ 2ആയിട്ട് മൾട്ടിപ്ലൈ ആണല്ലോ ചെയ്യേണ്ടത്. അതായത് 1/4 ഇൻറ്റു 2 അല്ലേ വരാ, ഇങ്ങനല്ലേ വരാ, മേലുള്ള സംഖ്യ 2. ഓക്കെ, അപ്പൊ 1/4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2/4 അല്ലേ, ആണല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് താഴെ ക്യാൻസൽ ചെയ്യാലോ. 4 2ൽ പോകും, അതായത് 1/2 കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ, 0.5 അല്ലേ, അങ്ങനെയും ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ സിയിൽ വന്നത് എന്താണ്? 31.5 ടു ദ ബേസ് 8 ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ പറയാ. 31.5 ടു ദ ബേസ് 8. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബേസ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് ഓരോ ബേസ് ചോദിക്കുകയാണെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എടുത്താലും ക്ലിയർ ആക്കി പോവാന്നുള്ളത്. 31.5 ടു ദ ബേസ് 8 ഇതൊരു ഒക്ടൽ നമ്പർ ആണ് അല്ലെ. അതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെയിം മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? 3 1.5 എന്നുള്ളതൊന്ന് വിട്ട് എഴുതുന്നുണ്ട്. 8 പവർ 0, 8 പവർ 1 വരും ആദ്യത്തെ ഭാഗം. 8 പവർ 0 എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു നമ്പർ പവർ 0 വന്നാൽ അത് 1 ആയിരിക്കും അതിന്റെ വാല്യൂ. ആ 1 ഇൻറ്റു മേലുള്ള 1 1. 8 പവർ 1 എന്ന് പറയുന്നത് 8 തന്നെയാണ്. 8 ഇൻറ്റു 3 24 ആണ് അല്ലെ, 24 ആണ്.
ഇപ്പൊ 24 പ്ലസ് 1 ചെയ്താൽ 25 ഇവിടെ കിട്ടി. ഇനി പോയിന്റ് വരുന്നത് നമ്മൾ നേരത്തെ 0.2 ചെയ്ത പോലെ തന്നെ ഇവിടെ 8 പവർ -1 ആണ് വരുന്നത് അല്ലെ. 8 പവർ -1 ആണ് നമുക്ക് വരുന്നത്. അതായത് 8 പവർ -1 എന്ന് പറയുമ്പോൾ 1/8 ആണ് ഇൻറ്റു മേലെയുള്ള 5 5/8 വരും. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 5 ഡിവൈഡഡ് ബൈ 8 എന്നുള്ളത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.625 കിട്ടും. കിട്ടൂലേ? ഒന്ന് ചെയ്ത് നോക്കാം. 0.625 ആൻസർ എന്താ വരുന്നത്? 25.625 ടു ദ ബേസ് 10. ഇതാണ് ആൻസർ. മെത്തേഡ് ക്ലിയർ ആയോ? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് നമ്പർ സിസ്റ്റംസ് തന്നിട്ടുണ്ട്. അതിനെല്ലാം ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സെയിം മെത്തേഡ് ആണ്. ആ ബേസ് നമ്പർ നോക്കുക, പാറ്റേൺ എല്ലാം സെയിം ആണ്, നമ്പർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് വൺ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഓപ്ഷൻ ഡിയിൽ വന്നത് ഏതായിരുന്നു? 19.6 ടു ദ ബേസ് 16. അതെ, യെസ്. കോമൺലി വരുന്നത് ഡെസിമലിന് വേറെ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വർക്ക്ഔട്ട് ചെയ്താൽ എന്തായാലും സ്പീഡ് ആവും. കാരണം നമ്മൾ ഈ പവേഴ്സ് വരുന്ന കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 19.6 ടു ദ ബേസ് 16 10ലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. സെയിം മെത്തേഡ് ആണ്, 16ന്റെ പവർ ആണ് വരിക. ചെയ്ത് നോക്കാം. ഓക്കെ, 19.6. പോയിന്റ് പേടിക്കാനൊന്നുമില്ല കേട്ടോ. 2-3 ക്വസ്റ്റ്യൻ ചെയ്താൽ അത് ക്ലിയർ ആവും. 19.6. ഇനി നമ്മൾ 16 പവർ 0 കൊടുത്തു, 16 പവർ 1 കൊടുത്തു. ഇതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആണ് അല്ലെ. ഓക്കെ, 16 പവർ 0 എന്ന് പറയുന്നത് 1 ആണല്ലോ, 1 ആണ്. 1 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 9 വരും. 16 പവർ 1 16 തന്നെയാണ്, ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 16 വരും. 16 പ്ലസ് 9 എത്രയാണ്? 25 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി 0.6. 0.6 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 16 പവർ -1 ആണ് എടുക്കുന്നത് അല്ലെ. 16 പവർ -1 എന്ന് പറയുമ്പോൾ 1/16 ആണ്, ഇൻറ്റു 6. അതായത് 6/16 വരും. ഇത് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? ഡയറക്റ്റ് ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കാരണം നമുക്ക് അപ്രോക്സിമേറ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാലും ഏകദേശം നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. 0.375. 25.375 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, കിട്ടിയില്ലേ? ഓക്കെ, എല്ലാരും നോട്ട് ചെയ്തോ? നോട്ട് ചെയ്താല് ഇത് റബ് ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാം. ഓക്കെ, ഓപ്ഷൻ ഡി ഏതായിരിക്കും അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കാം. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മളോട് പറഞ്ഞത് ഇതെല്ലാം ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് അസെൻഡിങ് ഓർഡറിൽ ചെയ്യണം അല്ലെ. അസെൻഡിങ് എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ് വരുന്നത്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഇപ്പൊ ഏതാണ് വരാ ആൻസർ? നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതാ? ഫസ്റ്റ് വണ്ണിന് നമുക്ക് എന്താ ആൻസർ കിട്ടിയിട്ടുള്ളത്? 25.75 കിട്ടി. രണ്ടാമത്തെ ബേസ് 4 ചെയ്തപ്പോ നമുക്ക് 27.5 കിട്ടി. മൂന്നാമത്തത് ചെയ്തപ്പോ നമുക്ക് 25.625 കിട്ടി. നാലാമത്തത് ചെയ്തപ്പോ നമുക്ക് 25.375 കിട്ടി അല്ലെ. അപ്പൊ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? വിത്തൗട്ട് എനി ഡൗട്ട് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. DCAB എന്നുള്ളതാ അല്ലെ. അതായത് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏതാണ്? 25.375 ആണ് ചെറുത്. അത് കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? 25.625 ആണ്. പിന്നെ ഏതാ വരുന്നത്? 25.75 ആണ്. പിന്നെ 27.5. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ.
ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. മാച്ച് ദ ഫോളോയിങ് ആണ്, പെട്ടെന്ന് വായിച്ചു നോക്കാം. രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 ഫ്രേസും ലിസ്റ്റ് 2 ICT വരുന്ന കുറച്ച് ടേംസും ആണ് തന്നിട്ടുള്ളത്. ടേംസ് എന്ന് പറയുമ്പോൾ ഏത് ടേംസ് ആണെന്നുള്ളത് നോക്കാം. മെയിൻ ഫ്രെയിം, ലാൻ, ജാവ, റോം, പല ടൈപ്പ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ട്, എന്താണ് പറയാ, കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അതേപോലെ സ്റ്റോറേജ്. യെസ്, ഏതാണ്, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓക്കെ, നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കാം. ഫ്രേസ് ഓരോന്നോരോന്നായിട്ട് വായിക്കാം അല്ലെ. ഫസ്റ്റ് വൺ, an example of high level computer programming. An example of high level computer programming ഏതാണ്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ് ജാവ അല്ലെ. അതിലൊരു ഡൗട്ടും ഇല്ല, ജാവ. വേറെ ഏതെല്ലാം ഉണ്ട് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ജാവ അല്ലാതെ വേറെ ഏതൊക്കെ ഉണ്ട്? യെസ്, പൈത്തൺ, C++, ഇതെല്ലാം ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്ന. അടുത്തത്, എ നോൺ വോളറ്റൈൽ മെമ്മറി ദാറ്റ് യു ക്യാൻ റീഡ് ബട്ട് നോട്ട് റൈറ്റ് ടു. ഒരു നോൺ വോളറ്റൈൽ മെമ്മറി. നോൺ വോളറ്റൈൽ എന്ന് പറയുമ്പോൾ പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും, പെർമനന്റ് ആയിരിക്കും. റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, റൈറ്റിംഗ് പോസിബിൾ അല്ല. ഒബ്വിയസ്ലി റീഡ് ഓൺലി മെമ്മറി ആണ് അല്ലെ, റോം ആണ് വരുന്നത്. ഇനി അടുത്തത്, ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ബൈ എയർലൈൻ കമ്പനീസ് ടു ഹാൻഡിൽ ദ ലാർജ് വോള്യൂം ഓഫ് ഡേറ്റ സച്ച് എസ് ടിക്കറ്റ് റിസർവേഷൻസ്. ഇതിനേതാ യൂസ് ചെയ്ത് വരുന്നത്? ഇത് ചോദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ, അതായത് വേറെയും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് ഈ സിമിലർ ആയിട്ട്. മെയിൻ ഫ്രെയിം ആണ് വരുന്നത്. ഈ മെയിൻ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആണ്. മെയിൻ ഫ്രെയിം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയാ, കുറച്ച് വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എയർലൈൻ കമ്പനീസ്, അതേപോലെ തന്നെ റെയിൽവേസ്. എയർലൈൻ കമ്പനീസിൽ ഇവിടെ പറയുന്നത് ടിക്കറ്റ് റിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം ആണ് മെയിൻ ഫ്രെയിം. അതേപോലെ റെയിൽവേസിലാണെങ്കിലും ടിക്കറ്റ് ബുക്കിംഗ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വരാറുണ്ട്. പിന്നെ ബാങ്കിലൊക്കെ യൂസ് ചെയ്ത് വരാറുണ്ട്. ബാങ്കിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വരാറുണ്ട്. അങ്ങനെ വലിയ വലിയ ഓർഗനൈസേഷൻസിലും ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം ആണ് മെയിൻ ഫ്രെയിം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മാസീവ് സ്റ്റോറേജ് ആണ്. അതായത് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്, പവർഫുൾ ആണ്, വളരെയധികം പവർഫുൾ ആണ്, ലാർജ് സൈസ് ആണ്, എന്നിങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ ഈ ഒരു സിസ്റ്റത്തിന് വരുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് മെയിൻ ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി, എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വെയർ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ വിത്തിൻ എ ഹോം ഓർ എ കമ്പനി. ഒരു ഹോം അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ഒരു കമ്പനി സ്പേസിൽ കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലാൻ എന്ന് പറയുന്നത് അല്ലെ. യെസ്, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയാലോ. ഓക്കെ, നമുക്ക് മാക്സിമം PYQസിലാണ് കേട്ടോ ഫോക്കസ് ചെയ്യേണ്ടത്. എത്രത്തോളം PYQs ചെയ്യാൻ പറ്റും അത്രയും കൂടെ ചെയ്യാന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, പെട്ടെന്ന് വായിച്ചു നോക്കാം, ആൻസർ ചെയ്യാം. ഓക്കെ, രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 ഡിസ്ക്രിപ്ഷനും ലിസ്റ്റ് 2 ICT ടേംസും ആണ് കൊടുത്തിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. നെയിം ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ഏതാണ്? WW ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, CPU ആണോ, ആൻഡ്രോയിഡ് ആണോ, ഇന്റൽ ആണോ? വിച്ച് ഇസ് എൻ OS? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെ. യെസ്, ഒരു ഡൗട്ടും ഇല്ല, ആൻഡ്രോയിഡ് ആണ്. നെയിം ഓഫ് എ CPU മാനുഫാക്ചർ. CPU മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഏതാണ്? യെസ്, ഇന്റൽ ആണ് അല്ലെ, ഇന്റൽ ആണ്. അടുത്തത്, ലിങ്ക്സ് വെബ് പേജസ്. വെബ് പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്? WW ആണ്. WW എന്ന് പറയുന്നത് വെബ് പേജിലേക്കും വെബ്സൈറ്റിലേക്കും നമുക്ക് ആക്സസ് തരുന്ന ആളാണ് അല്ലെ. വെബ്സൈറ്റിലേക്കും വെബ് പേജിലേക്കും ആക്സസ് തരുന്ന ആളാണ് WWW എന്ന് പറയുന്നത്. ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ ഇസ് CPU. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ.
നമ്മൾ നേരത്തെ നമ്പർ സിസ്റ്റത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ആ സിമിലർ പാറ്റേണിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് ഇന്ന് ചെയ്യണോ അല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണോ? ഓക്കെ, ഞാൻ മെജോറിറ്റി ആണ് കേട്ടോ നോക്കുന്നത്. ഓക്കെ, അതോടെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം പാറ്റേണിലാണ്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ചെയ്ത് നോക്കിയാലും നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. സെയിം പാറ്റേൺ ആണ്, നമ്പറിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, ഇവിടെ പറയുന്നത് എന്താണ്? എൽ ഓഫ് എം റെപ്രസെന്റ്, അതായത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് അത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇത് അവിടെ കണ്ടില്ലേ, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് അതിനെ നേരത്തെ നമ്മൾ അസെൻഡിങ് ഓർഡറിലാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാനാണ് പറയുന്നത്. അതായത് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റിലേക്കാണ് പോകേണ്ടത്. ഓരോന്നും കൺവേർട്ട് ചെയ്ത് നോക്കുക, ആൻസർ പറയാം. ഓരോന്നും കൺവേർട്ട് ചെയ്ത് നോക്കുക, ആൻസർ പറയാം. ഓക്കെ, ഞാൻ അടുത്ത ഒരു സ്ലൈഡിൽ ചെയ്യാം. എല്ലാരും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സോറി. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ഇനി ബാക്ക് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഓപ്ഷൻ എ ആയിട്ട് വരുന്നത്. ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത് നോക്കണം. അതേ പാറ്റേണിൽ ഒന്ന് ചെയ്തു നോക്കാം. ഇങ്ങനെയാണല്ലേ വരുന്നത്? യെസ്, 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3, 2 പവർ 4. 2 പവർ 0 എന്ന് പറയുന്നത് 1 ആണ്. മേലെ 0 ആയതുകൊണ്ട് 0 വരും. ഇത് 2 വരും. 2 പവർ 2 4 ആണ്. മേലെ 1 ആയതുകൊണ്ട് 4 into 1 4 വരും. 0 വരുന്നത് നേരെ 0 കൊടുക്കാം. 2 പവർ 2, 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 യെസ്, സോറി, 16 വരും. 16 പ്ലസ് 4 പ്ലസ് 2 വരും. 22 ആണ് ആൻസർ വരുന്നത്. ഇനി 0.11 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. പോയിന്റിന് ശേഷം വരുമ്പോൾ 2 പവർ -1, 2 പവർ -2 വരും. അതായത് 1/2 പ്ലസ് 1/4 ആണ് വരുന്നത് അല്ലെ. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. 0.75, 22.75 ആണ് ആൻസർ വരുന്നത്. എല്ലാവർക്കും കിട്ടിയില്ലേ? 22.75 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓക്കെ. അടുത്തത് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണ് എന്നുള്ളത്. 110.2 to the base 4. ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. 110.2 to the base 4. ഇതാണ് നെക്സ്റ്റ്. പെട്ടെന്ന് ചെയ്ത് നോക്കാം.
110.2. എന്താണ് ആൻസർ വരുന്നത്? ഇവിടെ 4 ആണ് ബേസ് അല്ലെ. 4 പവർ 0, 4 പവർ 1, 4 പവർ 2. 4 പവർ 0 1 ആണ്, മേലെ 0 വരുന്നു. 4 പവർ 1 4 ആണ്, 4 വരുന്നു. 4 പവർ 2 എന്ന് പറയുമ്പോൾ 4 into 4 16 ആണ് വരുന്നത്. 16 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 20 വരും. ഇനി 0.2 എന്ന് പറയുമ്പോൾ 4 പവർ മൈനസ് 1 ആണ്, അതായത് 1/4 into 2 വരും അല്ലെ. 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 0.5 വരും. അപ്പൊ 20.5 ആണ് ആൻസർ വരും. കിട്ടിയില്ലേ? നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയാലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഓപ്ഷൻ പെട്ടെന്ന് ചെയ്ത് നോക്കണേ. 32.5. 32.5 ആണ് വരുന്നത്. 32.5 to the base 8 ആണ് അല്ലെ. അപ്പൊ 8 പവർ 0, 8 പവർ 1 വരും. 8 പവർ 0 1 ആണ്, മേലെ 2 വരുന്നു. 8 പവർ 1 8 ആണ്. 8 into 3 24 വരുന്നു. 24 പ്ലസ് 2 എന്ന് പറയുന്നത് 26 വരുന്നു. 0.5 ചെയ്യുമ്പോൾ 8 പവർ മൈനസ് 1 വരും, അതായത് 1/8 into 5 വരും, വിച്ച് ഇസ് 5/8. ഇതൊക്കെ കോമൺ നമ്പേഴ്സ് ആട്ടോ വരുന്നത്. നമ്മൾ നേരത്തെ 5/8 തന്നെ ചെയ്തില്ലേ. നമുക്കറിയാം 0.625 ആണല്ലേ വരുന്നത്. അപ്പൊ എന്ത് വരും? 26.625. ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സമയമൊന്നും എടുക്കൂല കേട്ടോ. ഈ കാൽക്കുലേഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി വരും. 26.625 ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് വൺ എന്താ വരുന്നത്? 14.6 ആണ് വരുന്നത്. ടു ദ ബേസ് 16 ആണ് അല്ലെ. 16 പവർ 0, 16 പവർ 1. 16 പവർ 0 1 ആണ്, മേലെ 4 വരുന്നു. 16 പവർ 1 into 1 വരുന്നു, 16 പ്ലസ് 4 20 വരുന്നു. 0.6 വരുമ്പോ ഇവിടെ 16 പവർ മൈനസ് 1 വരുന്നു. 6/16 വരുന്നു അല്ലെ. എന്താണ് ആൻസർ വരുന്നത്? 0.375. നമ്മൾ സിമിലർലി തന്നെയാണ് നേരത്തെയും ചെയ്തത്. അപ്പൊ ആൻസർ 20.375 ആണ് വരുന്നത്. എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏറ്റവും വലിയ സംഖ്യ മുതൽ ചെറിയ സംഖ്യ വരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 22.75 കിട്ടി. സെക്കൻഡ് വൺ ചെയ്തപ്പോൾ നമുക്ക് 20.5 കിട്ടി. തേർഡ് വൺ ചെയ്തപ്പോൾ എത്ര കിട്ടി? 26.625 കിട്ടി. ഫോർത്ത് വൺ ചെയ്തപ്പോൾ 20.375 കിട്ടി. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? സിയിലാണ് അല്ലെ വരുന്നത്. സി ആണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എ വരുന്നുണ്ട്, ദെൻ ബി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. CABD. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ്? ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നമുക്ക് ബേസ് 4ഉം ഒക്ടലും ഹെക്സയും ബൈനറിയും ഡെസിമലും എല്ലാം സെറ്റ് ആവും അല്ലെ. ഇങ്ങനത്തെ ഈ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളത്. ഒരുവിധം എല്ലാ ഷിഫ്റ്റിലും സിമിലർ മെത്തേഡിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ 5 AM GRF ക്ലബിൽ എല്ലാവർക്കും നേരത്തെ എഴുന്നേറ്റ് അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. യെസ്, മെമ്മറി കൺവേർഷൻസ് ഒക്കെ നമുക്ക് വരുന്ന PYQസിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.